നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്നും മഹാരാഷ്ട്രയിലെ ബരാമതിയിലേക്ക് പവാർ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തത്. അപകടത്തിൽപ്പെട്ടതോടെ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. ലാൻഡിങ്ങിന് തൊട്ടു മുമ്പായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8:45ഓടെയാണ് അപകടമുണ്ടായത്. താഴെ വീണ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അജിത് പവാറിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും അനുയായികളും പൈലറ്റും മരിച്ചു. വിമാനം അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. 6 സർക്കാരുകളിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാർ. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായ നേതാവായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോൽക്കാത്ത നേതാവായിരുന്നു പവാർ. 8 തവണ നിയമസഭയിലേക്കും ഒരിക്കൽ ലോക്സഭയിലേക്കും ജയിച്ചു കയറി. മഹാരാഷ്ട്രയിൽ അനിഷേധ്യനായിരുന്ന അജിത് പവാറിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടലിലാണ് നേതാക്കൾ. ബൈക്കിടിച്ച യുവാവ് മരിച്ചു. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച യുവാവ് മരിച്ചു. ഒരുമനയൂർ മുത്തമാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഗുരുവായൂർ തെക്കേ നടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ ചൊവ്വന്നൂർ ബ്ലോക്ക് ഓഫീസിനടുത്ത് സരോജത്തിൽ പുരുഷോത്തമൻ, ഭാര്യ സരോജം, ഇവരുടെ സഹോദരി രമണി, പത്തനംതിട്ട അടൂർ പറക്കോട് ചെരുവിൽ വീട്ടിൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിൽ ബ്രാഹ്മണ സമൂഹ മഠത്തിന് സമീപം രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. പുരുഷോത്തമനും കുടുംബവും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിൽ നിന്നും തെക്കേ നടയിലേക്ക് പോവുകയായിരുന്നു. ഈ സമയം എതിരെ വന്ന അനന്തുവിന്റെ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നു. നടുറോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചത് മൂലം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും നാട്ടുകാരും ചേർന്ന് കാറുകൾ തള്ളിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവിന്റെ വീട്ടിൽ NIA റെയ്ഡ്. പാലയൂർ SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം ഫാമിസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. പുന്നൂർക്കുളം പഞ്ചായത്തിൽ VP മാമു കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക വർദ്ധിപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം. വാടക വർദ്ധിപ്പിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിയമവിരുദ്ധമായി നിയമിച്ച കെയർടേക്കറെ ഒഴിവാക്കിയതിലുള്ള വിരോധമാണെന്നും UDF ആരോപിച്ചു. നിലവിൽ ഒരു ദിവസത്തിന് 15,000 രൂപയാണ് വാടക. ആഘോഷത്തിന്റെ തലേദിവസം രാത്രി കൂടി എടുക്കുകയാണെങ്കിൽ 25,000 നൽകണം. ഈ തുകയിൽ മാറ്റം വരുത്താൻ ഭരണസമിതി നീക്കം നടത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും വർധന വരുത്തിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ പറഞ്ഞു. GST കൊടുക്കപ്പെടുകയോ സമയാസമയങ്ങളിൽ കൊടുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് അവസാനം ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും അത് അടക്കേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അജണ്ടയായി വന്ന വാടക വർധനവ് വേണ്ട എന്ന് തീരുമാനിക്കുകയും GST അതിൽ ഉൾപ്പെടുത്താനും തീരുമാനിക്കുകയും ചെയ്യേണ്ടായി. മുൻ ഭരണസമിതിയുടെ കാലത്ത് അതിന് ക്ലീനിങ് ആയി 4,000 രൂപ വാങ്ങിയിരുന്നു. ആ 4,000 രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ അത് 2,000 ആയി കുറക്കുകയും അത് പാർട്ടിയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാൾ വാടക തുകയ്ക്ക് 18% GST ആയി 4,500 നൽകണം. 4 ക്ലീനിംഗ് ജീവനക്കാർക്ക് 4,000 രൂപ, ജനറേറ്റർ വാടക, വൈദ്യുതി ബിൽ എന്നിവയും പുറമെ ചെലവാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി ഹാളില് നിലവില് ശമ്പളം 20,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 20,000ത്തിന്റെ കൂട്ടത്തിൽ GST 4,500 അതോടൊപ്പം തന്നെ 4,000 രൂപ ക്ലീനിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപയോളം ജനറേറ്റർ വാടകയും വരുന്നു. അതോടൊപ്പം കറണ്ട് ചാർജ് വേറെയും വരുന്നു. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് എന്താണ് കിട്ടിയിരുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പഞ്ചായത്തിന്റെ ഫണ്ടിന് ലാഭം കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. കെയർ ടേക്കർക്ക് 20,000 രൂപയും ശമ്പളം നൽകിയിരുന്നു. GST പഞ്ചായത്ത് അടയ്ക്കാത്തതിനെ തുടർന്ന് ഓഡിറ്റ് പരാമർശം വന്ന സാഹചര്യത്തിലാണ് GST തുക അധികം ഈടാക്കാൻ നിർദ്ദേശം വന്നത്. എന്നാൽ തുക വർദ്ധിപ്പിക്കേണ്ടെന്നായിരുന്നു യോഗത്തിൽ തീരുമാനം.
4 ക്ലീനിംഗ് ജോലിക്കാർക്ക് ചെയ്യാനുള്ള പണിയില്ലാത്തതിനാൽ 2 പേരെയാക്കി ചുരുക്കാനും ഇവർക്ക് 2000 രൂപ നൽകാനുമാണ് ധാരണയായതെന്നും പ്രസിഡന്റ് പറഞ്ഞു. LDF ഭരണസമിതി നിയമവിരുദ്ധമായി നിയമിച്ച ഓഡിറ്റോറിയം കെയർടേക്കറെ ഒഴിവാക്കുന്നതിന്റെ വിരോധമാണ് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾക്ക് കാരണമെന്ന് UDF ആരോപിച്ചു. ഇന്റർവ്യൂ പോലും നടത്താതെയാണ് ഇയാളെ നിയമിച്ചത്. ഇത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും UDF കമ്മിറ്റി പറഞ്ഞു. ആരോഗ്യമുള്ള ജനതയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാട്ടകമ്പാൽ പഞ്ചായത്തും പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായി നടത്തിയ കുടിവെള്ള പരിശോധനാ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഴഞ്ഞി സ്കൂൾ PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ PM അലി അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 26 അങ്കണവാടികളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം, പാകം ചെയ്യുന്ന വെള്ളം ഉപയോഗപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതാണ് പദ്ധതി. കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വാർഡ് മെമ്പർ മോനിഷ രജീഷ്, സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി എന്നിവർ സംസാരിച്ചു. ചരിത്ര പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുട നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ 8 മണിയോടെ ചാവക്കാട് ടൗണിൽ നിന്നും പ്രചോദിയുടെ കാഴ്ചയോടെയാണ് ചന്ദനക്കുട നേർച്ചയ്ക്ക് തുടക്കമായത്. തുടർന്ന് 2 ദിവസങ്ങളിലായി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 19ഓളം കാഴ്ചകളെത്തും. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച ആരംഭിച്ച് 11 മണിക്ക് പള്ളി അങ്കണത്തിലെത്തും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നും കൊടികയറ്റ കാഴ്ച പള്ളി അങ്കണത്തിലെത്തി കൊടി ഉയർത്തും. വൈകിട്ട് നാട്ടുകാഴ്ചയും ഉണ്ടാകും. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കാഴ്ചകൾ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. നേർച്ചയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി വേല ഉത്സവത്തിന് ആയിരങ്ങളെത്തി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പറചൊരിയൽ, പട്ടുംതാലിയും ചാർത്തൽ എന്നിവയുമുണ്ടായി. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ കരകളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് വൈകിട്ട് ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വർണ്ണക്കാവടികൾ, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവാൾ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കുളം പ്രദക്ഷിണവുമുണ്ടായി. ക്ഷേത്രമേൽശാന്തി ശ്രീപതി എമ്പ്രാതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിന്റെ 106ാമത് വാർഷികാഘോഷം എമിനൻസ് സംഘടിപ്പിച്ചു. കുന്നുകുളം നഗരസഭാ കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജോമേരി തേർമടം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 25 വർഷത്തിലധികമായി സ്കൂളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ഗീതാ മോഹനനെ ചടങ്ങിൽ ആദരിച്ചു. 31ാം വാർഡ് കൗൺസിലർ രജി സതീശൻ, സ്കൂളിലെ മുൻ ഹെഡ്മിസ്ട്രസ് P. ജെസി ജോസഫ്, സെന്റ് ലൂസിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാനി, SKD PTA പ്രസിഡന്റ് PA ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ങ്ങാട് ചക്കിത്തറയിൽ 56-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അരഞ്ഞാളിൽ ഉണ്ണികൃഷ്ണൻ ഭാര്യ രാജേശ്വരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ രാവിലെ 8:30ഓടെയാണ് മരിച്ച നിലയിൽ കണ്ടത്. വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. ശ്രീജിത്ത്, ശ്രുതി എന്നിവർ മക്കളാണ്. PCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും കായിക പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് ഭാരവാഹികൾ ജനപ്രതിനിധികൾക്കുള്ള ആദരം നൽകി. കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു എന്നിവർ ഉപഹാരങ്ങൾ നൽകി. പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് യോഗവും അനുമോദന സദസ്സും നടന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ സ്കൂൾ ടീമിന്റെ പഞ്ചവാദ്യത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു.
അതിനെതിരെ പഞ്ചമിയുടെ കയ്യും പിടിച്ച് ഊരൂട്ട് സ്കൂളിന്റെ കൈപ്പിടിച്ച് കയറിപ്പോയ കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രമുഖരിൽ ഒരാളായിട്ടുള്ള അയ്യങ്കാളി പഞ്ചമിയെ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് കടന്നുപോയത്. അന്നുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ പൂർണ്ണ അർത്ഥത്തിൽ പഞ്ചമിയെ സ്വീകരിക്കുകയല്ല ചെയ്തത്. സ്കൂളിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസ്പൃശ്യരായി നിൽക്കുന്നവർക്ക് കടന്നു വരാൻ അവകാശമില്ലാതിരുന്നൊരു കാലത്ത് അങ്ങനെ കടന്നു വന്നത് തെറ്റായി പോയി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട് സ്കൂൾ കത്തിക്കുകയാണ് നടത്തുന്നത്. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ KV വൃന്ദ ടീച്ചറെയും അപ്പർ പ്രൈമറി അധ്യാപിക PV ദീപ ടീച്ചറെയും ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു. A ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപിക NK കാവ്യ, PV ദീപ എന്നിവരെയും പരിശീലകരെയും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലിം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, PTA പ്രസിഡന്റ് VK മോഹനൻ, ശതോത്തര രജത ജൂബിലി കൺവീനർ KA ശക്തിധരൻ, ഹെഡ് മിസ്ട്രസ് ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് പരിസ്ഥിതി പ്രവർത്തകനും മികച്ച കർഷകനുമായ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി നൽകുന്ന മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ എന്നീ ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സദസ്സ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി നിയമവിദ്യാർത്ഥി KK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി കൺവീനർ EK മണികണ്ഠൻ, KC നിമേഷ്, കാവ്യ KR, സുജിത, അനിത മണികണ്ഠൻ എന്നിവർ വിഷയാവതരണം നടത്തി. TS സുബ്രഹ്മണ്യൻ, KK പ്രഭാകരൻ, അനാമിക, അനുരാഗ് എന്നിവർ നേതൃത്വം നൽകി. CPIMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കടങ്ങോട് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നടന്നു. CPIM കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നടീലുത്സവം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ M ബാലാജി അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലേൻ മാസ്റ്റർ, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാഗേഷ്, കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ചൊവ്വനൂർ ബ്ലോക്ക് മെമ്പർ ജംഷിറ ഷിഹാബ്, വാർഡ് മെമ്പർ UV ഗിരീഷ്, വെള്ളറക്കാട് ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഞമനേങ്ങാട് കാവീട്ടിൽ പൂളത്ത് ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം സമാപിച്ചു. ആദ്യ ദിനം വൈകിട്ട് ദീപാരാധന, തുടർന്ന് കളമെഴുത്ത്, കളംപൂജ, അത്താഴപൂജ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, രാത്രി 7 മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, വീരനാട്യം എന്നിവ ഉണ്ടായി. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ഗണപതി പൂജ എന്നിവയ്ക്ക് കീർത്തി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തോറ്റംപാട്ട്, ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിറ, തെയ്യം, കരിങ്കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് 500 സെന്ററിൽ സംഗമിച്ച് നമ്പീശൻ പടി വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 5-ന് പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ദീപാരാധന, തൃശൂർ ജനനയന അവതരിപ്പിച്ച ഫോക്ക് ഈവ് എന്നിവയും ഉണ്ടായി. പരിപാടികൾക്ക് KA പുഷ്കരൻ, PK സജീവൻ, PM ബിജു, PR പ്രഭാത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പിസാറ്റ് കോളേജും തൃശൂർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പിസാറ്റ് കോളേജ് MD സുനിൽ PK ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ലീന സുനിൽ അധ്യക്ഷത വഹിച്ചു. റെറ്റിന പരിശോധന, തിമിര രോഗനിർണയം എന്നിവ ക്യാമ്പിൽ നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും റാണി മേനോൻ ഹോസ്പിറ്റലിന്റെ ഫാമിലി ഹെൽത്ത് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്തു. റാണി മേനോൻ ഹോസ്പിറ്റൽ PRO സുജിത്ത്, അക്കാദമിക് ഹെഡ് കീർത്തന, HOD മൃദുല, നിഖിൽ എന്നിവർ സംസാരിച്ചു. റാണി മേനോൻ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഒപ്റ്റോമെട്രി സ്റ്റാഫുകൾ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. രാവിലെ 10-ന് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1:30 സമാപിച്ചു. ഡോക്ടേഴ്സ് റാണി മേനോൻ മാക്സ് വിഷൻ
ഹോസ്പിറ്റലും സംയുക്തമായി ഒരു നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ നമ്മുടെ ലിസൈറ്റ് ക്യാമ്പസിൽ നടക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് റെക്റ്റിന അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ തിമിര ശസ്ത്രക്രിയയുടെ അത് പരിശോധനയാണ്. അതിൻ്റെ ഒരു ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് തിമിരത്തിൻ്റെ ഒരു വരുന്നില്ല. അതേസമയം ഈ റെക്റ്റിനയുടെ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളോ എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അസുഖം എന്താണെന്നുള്ള മുൻകൂട്ടി കണ്ടുപിടിക്കലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമുക്ക് റാണി മേനോൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ വരുന്ന കുട്ടികൾക്കൊക്കെ ഇവർ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ആ കാർഡ് ഉണ്ടായിക്കഴിഞ്ഞ് അവർക്ക് അവിടെ മറ്റുള്ള ഇവരുടെ തന്നെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 15,140 രൂപ, പവന് 1,21,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 370 രൂപ. ചരമം പഴഞ്ഞി പെരുന്തുരുത്തി നെല്ലിക്കൽ വീട്ടിൽ ശിവരാജൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ലതിക ഭാര്യയും രതീഷ്, രശ്മി എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.